ഗായ്സ്, അപ്പോൾ ഇന്ന് വാവക്കേതുകൊണ്ട് അച്ഛനമ്മയും കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാനും പോയി. നമ്മൾ കടവന്ത്രയിൽ മട്ടലയിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയതിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഈ വാവിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ എനിക്ക് പണ്ട് ശിവരാത്രി ടൈമിലെ കാര്യമൊക്കെ ഓർമ്മ വരിക. എന്ന് വെച്ചാൽ അച്ഛനമ്മയും നമ്മൾ ശിവരാത്രിക്ക് ആലുവയിലായിരിക്കും ബലിയിടാൻ പോവാറ്. അപ്പോൾ ഞാൻ എല്ലാ വർഷവും സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ലീവ് എടുക്കും അച്ഛനമ്മ പോകാന്നത് കൂടെ പോകാനായിട്ട്. അതിൻ്റെ ഞാൻ പറയും സ്കൂളിൽ പോകാൻ മടിയായിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഞാൻ പറയും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അച്ഛൻ്റെ ഷർട്ടും തോർത്തും കവറൊക്കെ പിടിക്കേണ്ട ആരെങ്കിലും വേണ്ടേ, അപ്പം ഞാനും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നൊരു ദിവസം ലീവ് എടുക്കും. ഞാൻ പെട്ടെന്ന് അവിടെ നിന്നപ്പോഴേക്ക് അതൊക്കെ ഓർത്തിരിക്കണേന്നതേ. ഞങ്ങളിതേ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ ഞങ്ങൾ മൂന്നുപേരും ഇറങ്ങി. നേരെ വീട്ടിലോട്ട് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമായിരുന്നു. അപ്പോൾ അതേ അളിയൻ വന്നിട്ടുണ്ടായിരുന്നു. അളിയൻ വന്നപ്പോൾ ഞങ്ങളിതേ കഴിഞ്ഞ് ലോങ് വീഡിയോനെ കുറിച്ചൊന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ചേച്ചിയുടെ ഊഴങ്ങനെ ചേച്ചി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത് ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ അടുത്ത അപ്പം ഞാനുണ്ടാക്കി. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടാണ് അമ്മക്ക് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഈ കറികളെല്ലാം അമ്മ ഒറ്റക്കാണ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ വല്ലതും കയറിയാൽ തട്ടിയും മുട്ടിയൊക്കെ ഇട്ടേനാൽ പിന്നെ അമ്മ ഞങ്ങൾ ഓടിച്ചിട്ട് അമ്മക്ക് പിന്നെ ഇനി ഇരട്ടിപ്പണിയൊക്കെ ആകും. അതുകൊണ്ട് പിന്നെ അമ്മ ഒറ്റക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിന്ന് ചോറിന് ബീഫ് കറി ഉണ്ടായി, മീൻ കറിയായിട്ട് ആവോലി മേടിച്ചിട്ടുണ്ടായി, ചൂരയല്ലല്ലോ കൂന്തലുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായി, ചെമ്മീൻ ഫ്രൈ ഉണ്ടായി. അങ്ങനെ ഞങ്ങളിതേ ഉച്ചക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കുറേ പേരൊക്കെ തലേ ദിവസമൊക്കെ ഈ അടയൊക്കെ ഉണ്ടാക്കും. നമ്മൾ വാവിൻ്റെ അന്നാണ് ഉണ്ടാക്കണത്. അപ്പോൾ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഈ ഒരു അടയും കഴിച്ച് ചായയും കുടിച്ചൊക്കെ അങ്ങനെ ഇരുന്ന് വെച്ചു. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താലെങ്കിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ.